അടുത്തതായി നമുക്ക് രണ്ടാമത്തെ ചാപ്റ്ററിലെ രണ്ടാമത്തെ ക്ലാസ്സിൻ്റെ നോട്ടൊന്ന് പരിശോധിക്കാം. അതിൻ്റെ കൂടെ തന്നെ എടുത്ത ഭാഗങ്ങളൊന്ന് റിഫ്രഷ് ചെയ്ത് പോകുന്നും ഉണ്ട്. എന്തൊക്കെയായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് എന്ന് പറയുന്നതിന് മുൻപ് മുന്നത്തെ ക്ലാസ്സിലെ പ്രധാനപ്പെട്ട പോയിന്റ്സ് ഒന്ന് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. പ്രീവിയസ് നോളേജ് എന്നുള്ള രീതിയിൽ പറഞ്ഞിരിക്കുന്നത് അതാണ്. എന്താണ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്നാണ് പറഞ്ഞത് അല്ലേ? ഫിസിക്സിലെ ക്വാണ്ടിറ്റികളെ രണ്ട് തരത്തിൽ പറഞ്ഞു. ഒന്ന് ബേസ് ഓർ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി, പിന്നെ ഒന്ന് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. 7 ബേസ് ക്വാണ്ടിറ്റി ഉണ്ട്, 2 സപ്ലിമെൻ്ററി ഉണ്ട്, പിന്നീട് വന്നതൊക്കെ എന്താണ്? ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് ആണ്. 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ഏതാണെന്നൊക്കെ പറഞ്ഞു. ലെങ്ത്, മാസ്, ടൈം, ഇലക്ട്രിക് കറൻറ്റ്, ടെമ്പറേച്ചർ, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്, ലുമിനസ് ഇൻറ്റൻസിറ്റി. നമ്മൾ ഇന്ന് പുതിയ ടോപ്പിക്കിനെ കുറിച്ചാണ് ക്ലാസ്സിൽ പറഞ്ഞത്. ഈ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ഒരു ഏരിയ കൂടിയാണ് ഡയമെൻഷൻസ് ഓഫ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്നുള്ളത്. എന്താണ് ഡയമെൻഷൻ എന്നൊന്നും നിങ്ങളോട് പരീക്ഷയ്ക്ക് ചോദിക്കാൻ പോകുന്നില്ല. പകരം ഫിസിക്കൽ ക്വാണ്ടിറ്റികളുടെ ഡയമെൻഷൻ നിങ്ങൾ എഴുതേണ്ടി വരും. ആക്ച്വലി ഡയമെൻഷൻ എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു ടെക്നിക്ക് കൂടിയാണത്. ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റികളായ 7 ഫിസിക്കൽ ക്വാണ്ടിറ്റികളെ സിംബലുകൾ കൊടുത്തുകൊണ്ട് ഇതിലെഴുതും. മനസ്സിലായല്ലോ? എത്ര ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ഉണ്ട്? 7 എണ്ണമുണ്ട്. ഈ 7 ഫിസിക്കൽ ക്വാണ്ടിറ്റികൾക്കും 7 സിംബലുകളാണ് കൊടുക്കാൻ പോണത് ഈ ടെക്നിക്കിൽ. ആ സിംബലുകളെ സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലാണ് എഴുതുക. അവയുടെയൊക്കെ പവർ 1 ആണ്. പവർ 1 വന്നാൽ സാധാരണ അത് എഴുതാറില്ല. മനസ്സിലായല്ലോ? അപ്പോൾ നമുക്ക് ഫിസിക്കൽ ക്വാണ്ടിറ്റികളെ നോക്കുകയാണെങ്കിൽ ലെങ്ത്ത്, അതിൻ്റെ ഡയമെൻഷന് ക്യാപിറ്റൽ L ആണ് റെപ്രസെൻ്റ് ചെയ്യുക സ്ക്വയർ ബ്രാക്കറ്റ്. പവർ 1 ആയതുകൊണ്ട് എന്ത് ചെയ്തു? എഴുതിയിട്ടില്ല. അപ്പോൾ അത് വായിക്കുക എങ്ങനെയാണ്? ഡയമെൻഷൻ, ലെങ്ത്തിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് 1 ആണ് എന്ന് വായിക്കണം. മനസ്സിലായില്ലേ? അപ്പോൾ പവറിനെയാണ്, സിംബലിൻ്റെ പവറിനെയാണ് എന്ത് വിളിക്കുന്നത്? ഡയമെൻഷൻ എന്നതുകൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത്. രണ്ടാമത് മാസ് ഡയമെൻഷൻ പ്രകാരം ക്യാപിറ്റൽ M കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യണം. സ്ക്വയർ ബ്രാക്കറ്റ് ഇടണം. പവർ 1 ആയതുകൊണ്ട് എഴുതുന്നില്ല. ടൈം റെപ്രസെൻ്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ T ആണ്. ഇലക്ട്രിക് കറണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ A ആണ്. ടെമ്പറേച്ചറിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് കെൽവിൻ എന്നതിൻ്റെ ഷോർട്ടായിട്ട് K എന്ന് പറയുന്നത് സ്ക്വയർ ബ്രാക്കറ്റിലാണ്. ലുമിനസ് ഇൻറ്റൻസിറ്റിയെ സ്മോൾ ലെറ്റർ സിയും സ്മോൾ ലെറ്റർ CD കൂടി ചേർത്താണ് CD എന്നാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിനെ MOL. മനസ്സിലായല്ലോ? ഈ 7 ഫിസിക്കൽ ക്വാണ്ടിറ്റികളെ അവിടെ സിംബലുകളെയാണ് നമ്മൾ 7 ഡയമെൻഷൻസ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ പവേഴ്സ് ഓഫ് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ഓഫ് 7 എണ്ണം ആർ നോൺ ആസ് ഡയമെൻഷൻ. ഓക്കെ അല്ലേ? ഇതുപയോഗിച്ചുകൊണ്ട് നമുക്ക് ബാക്കി ഫിസിക്കൽ ക്വാണ്ടിറ്റികളുടെ ഡയമെൻഷൻസ് എന്താണെന്ന് പറയാം. ഇത് എത്ര തവണ വന്നിട്ടുണ്ട് എന്നാണ് നമ്മളത് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് നോട്ട് നോക്കാം. ഓൾ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ക്യാൻ ബി മെഷേർഡ് ആൻഡ് എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് 7 ഫണ്ടമെൻ്റൽ ഓർ ബേസ് ക്വാണ്ടിറ്റീസ്. ശരിയല്ലോ? എല്ലാ ഫിസിക്കൽ ക്വാണ്ടിറ്റികളെയും അളക്കാം, അവയെ എക്സ്പ്രസ് ചെയ്യാം. ഏത് വെച്ചുകൊണ്ട്? 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി. അതുകൊണ്ടാണല്ലോ അങ്ങനെ പേര് വിളിച്ചത് തന്നെ. വി കോൾ ദീസ് ബേസ് ക്വാണ്ടിറ്റീസ് ആസ് 7 ഡയമെൻഷൻസ് ഓഫ് ഫിസിക്കൽ വേൾഡ്. അതുകൊണ്ട് തന്നെ ഫിസിക്സിൻ്റെ ലോകത്ത് ഈ പറയുന്ന 7 ആളുകളെ വിളിക്കുന്നത് 7 ഡയമെൻഷൻസ് എന്നാണ്. വിച്ച് ആർ ഡിനോട്ടഡ് വിത്ത് സ്ക്വയർ ബ്രാക്കറ്റ്. ആ ഡയമെൻഷനുകൾ നിങ്ങൾക്ക് സ്ക്വയർ ബ്രാക്കറ്റിൽ റെപ്രസെൻ്റ് ചെയ്യാം. ദസ് ലെങ്ത് ഹാസ് എ ഡയമെൻഷൻ. അതുകൊണ്ട് ലെങ്ത്തിൻ്റെ ഡയമെൻഷൻ പ്രകാരം എങ്ങനെ എഴുതും? ക്യാപിറ്റൽ L. അപ്പോൾ ക്യാപിറ്റൽ L കണ്ടാൽ മനസ്സിൽ വെച്ചോളാം, അത് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റിയായ ബേസ് ക്വാണ്ടിറ്റിയായ ലെങ്ത് ആണ്. അതിൻ്റെ പവർ 1 ആണ്. അതാണ് അതിൻ്റെ ഡയമെൻഷൻ. മാസ് ക്യാപിറ്റൽ M. ബാക്കിയുള്ള ഓരോന്നിനും അതിൻ്റേതായ സിംബലുകൾ കൊടുത്തു വെച്ചിട്ടുണ്ട്. ഓക്കെ ആയല്ലോ? അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഡയമെൻഷൻ എന്ന് പറയുന്നത് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റികളായ ഈ 7 എണ്ണത്തിൻ്റെ സിംബലുകളെ സ്ക്വയർ ബ്രാക്കറ്റിൽ എഴുതിയാൽ അതിൻ്റെ പവറുകൾ ആണ്. അപ്പോൾ ആദ്യത്തെ നോട്ട് ക്ലിയർ ആയിട്ടുണ്ടായിരിക്കും ഞാൻ വിചാരിക്കുന്നു. ഇനി ഇത് വെച്ചുകൊണ്ട് നമുക്ക് മറ്റ് ഫിസിക്കൽ ക്വാണ്ടിറ്റികളുടെ ഡയമെൻഷൻസ് ഒക്കെ ഓരോന്നായി കണ്ടു നോക്കാം.
കഴിഞ്ഞ ക്ലാസ്സിൽ ഒരുപാട് ഫിസിക്കൽ ക്വാണ്ടിറ്റികളുടെ ഡയമെൻഷൻ കണ്ടിട്ടുണ്ട്. ആദ്യമായിട്ട് നമുക്ക് ഏരിയ എന്ന് പറയുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷൻ ഒന്ന് എഴുതി നോക്കാം. ഏരിയയുടെ സമവാക്യം ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ് കേട്ടോ. ലെങ്ത് അളക്കുക സ്കെയിൽ കൊണ്ടാണ്, സ്കെയിൽ കൊണ്ട് അളക്കുന്നത് നീളമാണ്. അതേപോലെ ബ്രെഡ്ത്ത് എന്ന് പറയുന്ന വീതിയും അളക്കുന്നത് സ്കെയിൽ കൊണ്ട് തന്നെയാണ്. അപ്പോൾ രണ്ടും ഒരു നീളം തന്നെയാണ്. ലെങ്ത്തും ഒരു നീളമാണ്, ബ്രെഡ്ത്തും ഒരു നീളമാണ്. ഡയമെൻഷൻ വരേണ്ടത് ലെങ്ത്തിൻ്റെ ഡയമെൻഷൻ L, ബ്രെഡ്ത്തിൻ്റെ ഡയമെൻഷൻ L, L². അപ്പോൾ ഏരിയയുടെ ഡയമെൻഷൻ എന്തായിട്ട് മാറി? L². ഇതാണ് ഏറ്റവും എളുപ്പമുള്ള എഴുത്ത് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഒരു കുട്ടിയോട് ചോദിക്കുകയാണ് വാട്ട് ഈസ് ദ ഡയമെൻഷൻ ഓഫ് ഏരിയ എന്ന് പറഞ്ഞാൽ കുട്ടി എളുപ്പത്തിൽ പറയാം L² എന്ന്. എന്നാൽ ഇത് പറയുന്നതിൽ വ്യത്യാസങ്ങൾ നമുക്ക് വരുത്താം പല അർത്ഥത്തിൽ. സ്റ്റാൻഡേർഡ് ഫോർമാറ്റിലേക്കൊക്കെ പോവാം. യഥാർത്ഥത്തിൽ വാട്ട് ഈസ് ദ ഡയമെൻഷൻ ഓഫ് ഏരിയ എന്ന് ചോദിച്ചാൽ പറയേണ്ടത് ഇങ്ങനെയാണ്: ഇറ്റ് ഈസ് 2 ഇൻ ലെങ്ത്. കാരണം L² ആണ് വന്നിട്ടുള്ളത്. L² എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്പർ 2 ആണ്. ഇതാണ് ഡയമെൻഷൻ. ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റികൾ സിമ്പിളായിട്ട് എഴുതി അതിൻ്റെ പവറുകൾ എന്താണോ വരുന്നത് അതിനെയാണ് ഡയമെൻഷൻ എന്ന് വിളിക്കേണ്ട. അപ്പോൾ ഇവിടുത്തെ Lന്റെ പവർ 2 ആയതുകൊണ്ട് ഡയമെൻഷൻ എത്രയാണ്? 2 ആണ്. എന്തിലാണത്? ലെങ്ത്തിലാണ്. അതുകൊണ്ട് ഏരിയയുടെ ഡയമെൻഷൻ ഇറ്റ് ഈസ് 2 ഇൻ ലെങ്ത്. ഓക്കെ അല്ലോ? ഇനി കുറച്ചും കൂടി നല്ല രീതിയിൽ നമുക്ക് പറയുകയാണെങ്കിൽ സാധാരണ മാസ്, ലെങ്ത്, ടൈം 3 ആളുകളെയാണ് ഡയമെൻഷണൽ ഫോമുല എഴുതുമ്പോൾ നമ്മൾ സെലക്ട് ചെയ്യാറ്. 7 ആളുണ്ട് കേട്ടോ, എങ്കിൽ 3 ആളെ നമ്മൾ സെലക്ട് ചെയ്യും. അപ്പോൾ ഇവിടെ M ഇല്ല, മാസ് വരുന്നില്ല. വരാത്ത ആളെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ ഏറ്റവും നല്ലത് പവർ 0 കൊടുത്ത് എഴുതുക എന്നുള്ളതാണ്. കാരണം എന്തിന്റെ പവർ 0 ആയാലും അത് 1 ആണ്. അപ്പോൾ M കൂടി ഇവിടെ വരണമെങ്കിൽ എന്ത് എഴുതാം? M⁴. L ഓൾറെഡി സ്ക്വയറിൽ ഉണ്ട്, അപ്പോൾ അതൊന്നും ചെയ്യണ്ട. T ഇല്ലല്ലോ ഇവിടെ, അപ്പോൾ Tക്ക് ഘാതം കൊടുത്ത് 0 കൊടുത്ത് എഴുതി. ഇപ്പൊ നിങ്ങൾ എഴുതി സ്ക്വയർ ബ്രാക്കറ്റിൽ എഴുതി വെച്ചിരിക്കുന്ന ആളെ വിളിക്കുന്ന പേരാണ് ഡയമെൻഷണൽ ഫോർമുല. 3 ആളും വേണം ഡയമെൻഷൻ ഫോർമുലയിൽ. ഇനി അധികം 7 ആളുണ്ട്. ശരിക്ക് നമുക്ക് നിലവിൽ 3 പേരാണ് പ്രധാനമായിട്ട് വരുന്നത്, അതുകൊണ്ട് അത് പറഞ്ഞു തന്നെയുള്ളൂ. അപ്പൊ എന്താണ് ഏരിയയുടെ ഡയമെൻഷൻ ഫോർമുല എന്ന് വെച്ചാൽ M⁴ L² T⁻⁴. പക്ഷെ ഏറ്റവും എളുപ്പം ഞാൻ വീണ്ടും പറയുന്നത് നിങ്ങൾ ആദ്യം എഴുതി വെച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇത് വീണ്ടും നമുക്ക് ഒരു ഡയമെൻഷൻ ഓഫ് ഏരിയ ഈക്വൽ ടു എന്ന് പറഞ്ഞ് എഴുതി കഴിഞ്ഞാൽ, സമമിട്ട് എഴുതി കഴിഞ്ഞാൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് ഡയമെൻഷണൽ ഇക്വേഷൻ. മനസ്സിലായല്ലോ? ഈക്വൽ വരുന്നത് കൊണ്ട് വിളിച്ച പേരാണ് ഡയമെൻഷണൽ ഇക്വേഷൻ. M⁴L⁴T എന്ന രൂപത്തിൽ പറയുന്നതിനെ വിളിക്കുന്ന പേരാണ് ഡയമെൻഷണൽ ഫോർമുല. ഏറ്റവും എളുപ്പത്തിൽ പറയുന്നതാണ് ഞാൻ എഴുതി വെച്ച L². അതിന്റെ പവറാണ് ഡയമെൻഷൻ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിച്ചത്. മനസ്സിലായല്ലോ? ഏരിയയുടെ ഡയമെൻഷൻ എന്താണ്? L², 2 ഇൻ ലെങ്ത് എന്നാണ് അർത്ഥം. അടുത്തത് നമുക്ക് അടുത്തൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ആയ വോള്യത്തെ കുറിച്ച് നോക്കാം. എന്താണ് വോള്യത്തിന്റെ ഡയമെൻഷൻ എന്നുള്ളത്? വോള്യത്തിന്റെ ഇക്വേഷൻ ഇതാണ്: ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. ലെങ്ത് സ്കെയിൽ കൊണ്ട് അളക്കും, ബ്രെഡ്ത്ത് സ്കെയിൽ കൊണ്ട് അളക്കും, ഹൈറ്റ് സ്കെയിൽ കൊണ്ട് അളക്കും. അപ്പൊ ഇയാൾ ലെങ്ത് ഡയമെൻഷൻ L വരണം, ബ്രെഡ്ത്ത് ഡയമെൻഷൻ L വരണം, തിക്നെസ് അല്ലെങ്കിൽ ഹൈറ്റ് ഡയമെൻഷൻ L വരണം. L ഇൻറ്റു L ഇൻറ്റു L, L3. ഏറ്റവും എളുപ്പത്തിൽ കഴിഞ്ഞു. വാട്ട് ഈസ് ദ ഡയമെൻഷൻ ഓഫ് വോളിയം? ഇറ്റ് ഈസ് L3. പക്ഷെ എങ്ങനെ പറയാ? ഡയമെൻഷൻ ഓഫ് വോളിയം ഈസ് 3 ഇൻ ലെങ്ത്. 3 ഇൻ ലെങ്ത്. പവർ 3 ആയതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് കേട്ടാ. അപ്പൊ പവറാണ് ആദ്യം എടുത്ത് പറയുന്നത്. ഡയമെൻഷൻ ഫോർമുല പ്രകാരം എഴുതുകയാണെങ്കിലോ അവിടെ M വേണം, അവിടെ L വേണം, അവിടെ T വേണം. പക്ഷെ നമ്മളുടെ ഇക്വേഷനിൽ M ഇല്ല, T ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ബോക്സ് ഇട്ടു, സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടു, M⁴ എന്ന് എഴുതി, L അതുപോലെ എടുത്ത് എഴുതി L³ T⁴. അതാണ് ഡയമെൻഷൻ ഫോർമുല. ഇതാണ് ഡയമെൻഷണൽ ഇക്വേഷൻ. കാരണം അവിടെ എന്തുണ്ട്? ഈക്വൽ എന്ന് പറയുന്ന സിമ്പിൾ കൂടി. മനസ്സിലായല്ലോ? അപ്പൊ എഴുതുന്നത് ഇങ്ങനെയും മാറ്റി എഴുതാം എന്നൊന്ന് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഏറ്റവും എളുപ്പമുള്ള രീതി പഠിച്ചു വെക്കുക. ഡയമെൻഷൻ ഓഫ് വോളിയം ഈസ് L³. ഇനി കുറച്ച് ആളുകളെ നമുക്ക് ഈ ബോക്സ് പ്രകാരം ഒന്ന് കണ്ടു നോക്കാം. ഈ കള്ളികളിൽ എളുപ്പത്തിൽ അത് ചെയ്തിട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് കുറച്ച് മാത്തമാറ്റിക്സ് ഒക്കെ അറിഞ്ഞെങ്കിൽ വളരെ എളുപ്പത്തിൽ പറഞ്ഞു പോകാം. കുറച്ച് പേർക്കെങ്കിലൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. നമുക്കത് ക്ലിയർ ചെയ്യാം. നിങ്ങൾ പേഴ്സണലായിട്ടോ അല്ലെങ്കിൽ ഗ്രൂപ്പിലോ വാട്സാപ്പ് ചെയ്ത് ചോദിക്കുക. ഞാൻ എൻ്റെ ഒഴിവ് സമയത്ത് അത് ക്ലിയർ ചെയ്ത് തരുന്നുണ്ട്. ഫിസിക്കൽ ക്വാണ്ടിറ്റി ഡെൻസിറ്റി.
ഇക്വേഷൻ, ഡെൻസിറ്റിയുടെ ഇക്വേഷൻ എന്താ? മാസ് ബൈ വോളിയം. ഈ ഇക്വേഷൻ കണ്ട് നിങ്ങൾ ബുദ്ധിമുട്ട് തോന്നണ്ട കേട്ടോ. അതൊക്കെ നിങ്ങൾ സ്വാഭാവികമായിട്ടും ടെക്സ്റ്റ് ബുക്ക് പഠിച്ചെത്തുമ്പോൾ പഠിച്ചു പോകുന്ന ഇക്വേഷൻസ് ആണ്. അപ്പോൾ കാണാപ്പാടം പഠിക്കാനൊന്നും ഇപ്പോൾ ശ്രമിക്കേണ്ട. ഇപ്പോൾ ഡയമെൻഷൻ പറയുന്നതിൽ മാത്രം ശ്രദ്ധിക്കാം. മാസ് ബൈ വോളിയം. മാസ് ഏത് ക്വാണ്ടിറ്റിയാ? ഫണ്ടമെൻ്റൽ. എന്താ മാസിൻ്റെ ഡയമെൻഷൻ? എം. അപ്പോൾ എം. വോളിയം എൽ ക്യൂബ്. അപ്പോൾ എം ബൈ എൽ ക്യൂബാണ് ഡയമെൻഷൻ. അപ്പോൾ എൽ ക്യൂബിനെ നമുക്ക് ന്യൂമറേറ്ററിലേക്ക് കൊണ്ടുപോകാം. താഴെ കിടക്കുന്നതിനെ ഡിനോമിനേറ്റർ എന്നും മുകൾ ഭാഗത്ത് വരുന്നതിന് നമ്മൾ ന്യൂമറേറ്റർ എന്നാണ് വിളിക്കുക. അപ്പോൾ മുകൾ ഭാഗത്തേക്ക് കൊണ്ടുപോകുമ്പോൾ പ്ലസ് പവറൊക്കെ മൈനസ് ആവും. മൈനസൊക്കെ എന്തായി മാറും? പ്ലസ് ആയി മാറും. ഇവിടെ ഉള്ളത് പ്ലസ് പവറാണ്. അപ്പോൾ മുകളിലേക്ക് പോയപ്പോൾ മൈനസ് ആയി. അപ്പോൾ എം എൽ ഘാതം -3. കണ്ടോ? ഏറ്റവും എളുപ്പമുള്ള ഇക്വേഷൻ എഴുതി വെച്ചത്. വാട്ട് ഈസ് ദ ഡയമെൻഷൻ ഓഫ് ഡെൻസിറ്റി? ഡയമെൻഷൻ ഓഫ് ഡെൻസിറ്റി ഈസ് എം എൽ ഘാതം -3. പറയുമ്പോൾ ഡയമെൻഷൻ ഓഫ് ഡെൻസിറ്റി ഈസ് 1 ഇൻ മാസ്. കാരണം മാസിൻ്റെ പവർ 1 ആണ്. 1 ആയതുകൊണ്ട് അത് എഴുതാറില്ല. 1 ഇൻ മാസ് ആൻഡ് -3 ഇൻ ലെങ്ത്. കണ്ടോ വ്യത്യാസം പറയുന്നതിലെ? അടുത്ത റിലേറ്റീവ് ഡെൻസിറ്റി. റിലേറ്റീവ് ഡെൻസിറ്റി ഇക്വേഷൻ, ഡെൻസിറ്റി ഓഫ് സബ്സ്റ്റൻസ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ. ഡെൻസിറ്റി ഓഫ് സബ്സ്റ്റൻസ്, ഡെൻസിറ്റിയുടെ ഇക്വേഷൻ എം എൽ ഘാതം -3 ആണ്. ഡെൻസിറ്റി ഓഫ് വാട്ടർ, ഇവിടെ എന്തിൻ്റെ ഡെൻസിറ്റി ഒന്നുമില്ല. നമുക്ക് ഡെൻസിറ്റി എന്ന് കണ്ട ഉടനെ ഡയമെൻഷൻ എന്ത് തന്നെയാണ്? ml⁻³ രണ്ടും നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ 1. വല്ല ഡയമെൻഷൻ്റെ ആളുകളുണ്ടോ? ഇല്ല. അതുകൊണ്ട് റിലേറ്റീവ് ഡെൻസിറ്റിയുടെ ഡയമെൻഷൻ എന്താണ്? ഡയമെൻഷൻ ഇല്ലാത്ത ആളാണ് റിലേറ്റീവ് ഡെൻസിറ്റി. ശ്രദ്ധിക്കണം കേട്ടോ. അങ്ങനെ പല ടൈപ്പ് ആളുകളെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നുണ്ട്. ഒരു സ്പെഷ്യൽ ക്യാരക്ടറുള്ള ആളാണ് റിലേറ്റീവ് ഡെൻസിറ്റി. റിലേറ്റീവ് ഡെൻസിറ്റിക്ക് ഡയമെൻഷൻ ഇല്ല. സ്പീഡ്, ഡിസ്റ്റൻസ് ബൈ ടൈം. ഡിസ്റ്റൻസ് നീളം, അപ്പോൾ ഡയമെൻഷൻ ഇല്ല. ടൈം ക്യാപിറ്റൽ ടി. എൽ ബൈ ടി. ടീനെ മുകളിലേക്ക് ന്യൂമറേറ്ററിലേക്ക് കൊണ്ടുപോകുമ്പോൾ ടി താഴെ കിടക്കുമ്പോൾ അതിൻ്റെ പവർ +1 ആണ് കേട്ടോ. മുകളിലേക്ക് കൊണ്ടുപോകുമ്പോൾ എന്തായി? -1. ഇപ്പോൾ ഒരുമിച്ച് ചെയ്തു. എൽ ടി റേസ് ടു -1. വാട്ട് ഈസ് ദ ഡയമെൻഷൻ ഓഫ് സ്പീഡ്? എൽ ടി റേസ് ടു -1. സ്റ്റാൻഡേർഡ് ഫോർമാറ്റിൽ പറഞ്ഞാലാ dimension of speed is 1 in length and -1 in time. 1 in length -1 in time. Okay അല്ലോ. അടുത്തത് വെലോസിറ്റി. ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. ഡിസ്പ്ലേസ്മെന്റ് ഒരു നീളമാണ്. അപ്പോൾ ഡയമെൻഷൻ അല്ല ബൈ ടൈം ക്യാപിറ്റൽ ടി. വീണ്ടും നേരത്തെ പറഞ്ഞ അതേപോലെ എൽ ടി റേസ് ടു -1. നോക്കൂ, ഒരു പ്രത്യേകത, സ്പീഡിനും വെലോസിറ്റിക്കും ഒരേ ഡയമെൻഷനാണ്. ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ ഈ പറയുന്ന ടേബിൾ കംപ്ലീറ്റ് ചെയ്ത് പോകുമ്പോൾ ഒരേ ഡയമെൻഷൻ വരുന്ന കുറേ ആളുകളെ കാണും. ഡയമെൻഷൻ ഇല്ലാത്ത കുറേ ആളുകളെ കാണും. ചില കോൺസ്റ്റന്റുകളൊക്കെ കിട്ടും. ഡയമെൻഷൻ ഉള്ളതുണ്ട്, ഇല്ലാത്തതുണ്ട്. അതൊക്കെ ശ്രദ്ധിക്കണം. ഇതിൻ്റെ കൂടെ ആക്സിലറേഷൻ. അടുത്തതായി ആക്സിലറേഷൻ നോക്കുക. ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ബൈ ടൈം ആണ്. ത്വരണം എന്ന് പറഞ്ഞ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. വെലോസിറ്റിയുടെ ഡയമെൻഷൻ എൽ ടി റേസ് ടു -1. അത് അതേപോലെ അവിടെ കൊടുത്തു കൊടുത്തു കേട്ടോ. ബൈ ടൈം ക്യാപിറ്റൽ ടി കൊടുത്തു. ഈ ക്യാപിറ്റൽ ടിയുടെ പവർ എത്രയാ? +1. അയാളെ ന്യൂമറേറ്ററിലേക്ക് കൊണ്ടായാൽ പവർ ടി ഘാതം -1 എന്നുള്ള രൂപത്തിൽ എഴുതേണ്ടി വരും. ശരിയല്ലേ? അപ്പോൾ ടി ഘാതം -1 ഗുണിക്കണം ടി ഘാതം -1 ഇവിടെ വേറെ ഉണ്ട്. അപ്പോൾ എത്രയും മൊത്തം വരിക? ആ പവറുകൾ തമ്മിൽ കൂട്ടിയിടണം. -1 കൂട്ടണം. ഇവിടെ അങ്ങോട്ട് എത്തിയ ആളുടെ പവർ -1. -1 കൂട്ടണം -1 എത്രയാ? -2. അപ്പോൾ പവർ എൽ ടി ഘാതം -2. ഓക്കെ ആണല്ലോ. ഫോഴ്സ്. ഫോഴ്സ് ആണ് മാസിൻ്റെ ആക്സിലറേഷൻ. മാസിൻ്റെ ഡയമെൻഷൻ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റിയാണ് മാസ് കേട്ടോ. ക്യാപിറ്റൽ എം. ആക്സിലറേഷൻ എൽ ടി റേസ് ടു -2. അപ്പോൾ രണ്ടും കൂടി ഒരുമിച്ച് എം എൽ ടി റേസ് ടു -2. വാട്ട് ഈസ് ഡയമെൻഷൻ ഓഫ് ഫോഴ്സ്? ഡയമെൻഷൻ ഓഫ് ഫോഴ്സ് ഈസ് 1 ഇൻ മാസ്, 1 ഇൻ ലെങ്ത്, -2 ഇൻ ടൈം. ഓക്കെ അല്ലോ. പറയുമ്പോൾ എളുപ്പം കഴിഞ്ഞു. വാട്ട് ഈസ് ദ ഡയമെൻഷൻ ഓഫ് ഫോഴ്സ്? എം എൽ ടി റേസ് ടു -2. വർക്കിൻ്റെ ഡയമെൻഷൻ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. ഫോഴ്സിൻ്റെ ഡയമെൻഷൻ എം എൽ ടി റേസ് ടു -2 ഇൻറ്റു ലെങ്ത് എൽ. ഇപ്പം എം എൽ സ്ക്വയർ ടി റേസ് ടു -2. ഇതേപോലെ നിങ്ങൾക്ക് പവറിൻ്റെ ഡയമെൻഷൻ കാണാം. നിങ്ങൾ സ്വയം ചെയ്തു നോക്കുക. എല്ലാം പറയുമ്പോഴേക്കും ഈ വീഡിയോൻ്റെ ലെങ്ത് ഒരുപാട് കൂടും. പിന്നെ എനിക്ക് അപ്ലോഡ് ചെയ്യാനും ബുദ്ധിമുട്ടാണ്. മൊമെൻറ്റത്തിൻ്റെ ഡയമെൻഷൻ അതിലുണ്ട്. ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ ഉണ്ട്. ഇമ്പൾസ്, പ്രഷർ, ആംഗിൾ, ആംഗുലാർ വെലോസിറ്റി. ആംഗുലാർ വെലോസിറ്റിയുടെ സമവാക്യം ആംഗിൾ ബൈ ടൈമാണ്. ഈ ആംഗിൾ എന്താണെന്ന് നോക്കിക്കോളൂടെ. ഞാൻ പ്രത്യേകം എടുത്ത് പറയാം. ശ്രദ്ധിക്കേണ്ട വേറൊരാളാണ്. കാരണം ഇയാൾക്ക് ഡയമെൻഷൻ ഇല്ല. ഫിസിക്സിലെ ഒരു ക്വാണ്ടിറ്റിയായ ആംഗിളിൽ എന്തില്ല? ഡയമെൻഷൻ ഇല്ല. ഞാൻ നേരത്തെ ഒരാൾക്ക് പറഞ്ഞിരുന്നു ഡയമെൻഷൻ ഇല്ലാത്തൊരു ക്വാണ്ടിറ്റിയാണ്. ആംഗിളിൻ്റെ ഇക്വേഷൻ ആർക്ക് ബൈ റേഡിയസ്, ആർക്ക് ലെങ്ത്.
ലെങ്ത് ആയതുകൊണ്ട് ഡയമെൻഷൻ എന്ത് വരും? L. റേഡിയസ് ഒരു നീളമാണ്, സ്കെയിൽ വെച്ച് അളക്കേണ്ട ആളാണ്. അപ്പോൾ അതും ലെങ്ത്. L/L എന്താണ്? 1. ഡയമെൻഷൻ ഇല്ലാത്തൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ആംഗിൾ. അങ്ങനെ പോകുമ്പോൾ കുറച്ചും കൂടിയൊക്കെ ബുദ്ധിമുട്ടേറിയ ഇക്വേഷനുകൾ നിങ്ങൾ കണ്ടു തുടങ്ങും. അപ്പോൾ ആദ്യം എളുപ്പമുള്ളത് മനസ്സിലിരുത്തി കാര്യങ്ങൾ മുന്നോട്ട് പോവാം. ഒരു എക്സാമ്പിൾ, എനർജി കൈനറ്റിക് ഉണ്ട്, പൊട്ടൻഷ്യലും. എനർജിയുടെ സമവാക്യമാണ് ½ നോക്ക്, ഇവിടെ ½ വന്നപ്പോൾ ഒരു ചെറിയ പ്രശ്നം ഡയമെൻഷനിൽ ഫേസ് ചെയ്യാൻ പോവാണ്. ഒരു M ഉണ്ട് ഇവിടെ, ഡയമെൻഷൻ നമുക്ക് കിട്ടും മാസ് ആയതുകൊണ്ട്, ക്യാപിറ്റൽ M ആണ്. V സ്ക്വയറിൽ V നിങ്ങൾക്ക് അറിയാം, വെലോസിറ്റിയാണ്, അപ്പോഴും ഡയമെൻഷൻ കിട്ടി. അപ്പോൾ അതിന് സ്ക്വയർ ഇട്ട് എടുത്തു കഴിഞ്ഞാൽ കാര്യം കഴിഞ്ഞു. പക്ഷേ ഈ ഹാഫിന് എന്ത് ചെയ്യും? ഹാഫിന് വല്ല ഡയമെൻഷൻ ഉണ്ടോ? ഹാഫ് ഈസ് എ പ്യുവർ നമ്പർ. അതുകൊണ്ട് ഈ നമ്പറുകൾക്കൊന്നും ഈ കൃത്യമായ വിലകൾ എഴുതി വെച്ചിരിക്കുന്ന നമ്മൾ കോൺസ്റ്റന്റുകൾ എന്ന് വേണമെങ്കിൽ പറയട്ടെ, ഈ കോൺസ്റ്റന്റ് വാല്യൂസിനൊന്നും ഡയമെൻഷനിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് ഡയമെൻഷൻ്റെ ഒരു ഡീമെറിറ്റ് കൂടിയാണ്. അങ്ങനെയുള്ള ആളുകൾ വന്നാൽ അവയെ മാറ്റി നിർത്തിയിട്ട് വേണം ഡയമെൻഷൻ എഴുതാൻ. ഇപ്പോൾ എനർജി ഓഫ് ½ പറയുമ്പോൾ ആരെ മാറ്റി നിർത്തണം? 1/2 മാറ്റി നിർത്തണം. മനസ്സിലായല്ലോ? 1/2 കഴിഞ്ഞ് ബാക്കിയുള്ളതിന് പറയുള്ളൂ. ഡയമെൻഷൻ്റെ ഒരു പ്രശ്നം കൂടിയാണ്. അത് ഇതിൻ്റെ ടോപ്പിക്കിൻ്റെ അവസാനം നമുക്ക് ക്ലിയർ ചെയ്യാം. അപ്പോൾ എനർജിയുടെ ഡയമെൻഷൻ ഹാഫിന് ഒഴിവാക്കി, M ഇൻറ്റു, കാരണം M വന്നത് എന്തുകൊണ്ടാണ്? അവിടെ മാസ് ഉള്ളതുകൊണ്ട്. വിയുടെ ഡയമെൻഷൻ എന്താ? L(T⁻⁻1) അതിന് സ്ക്വയർ കൊടുത്തു. ഇപ്പോൾ സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ പുറത്താണ് സ്ക്വയർ വന്നിട്ടുള്ളത്. അതിൻ്റെ അർത്ഥം അത് രണ്ടു പേർക്കും ബാധകമാണെന്നാണ്. അപ്പോൾ ആദ്യം നമുക്ക് അവന് വിഭജിച്ച് കൊടുക്കാം. ഇവിടെ ആദ്യം പവർ, ആദ്യത്തെ ഫിസിക്കൽ ക്വാണ്ടിറ്റി M, അയാൾക്ക് ഈ പവർ ഇല്ല, അപ്പോൾ അയാൾക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷെ പിന്നീട് വന്ന രണ്ടാൾക്കും ഈ 2 ബാധകമാണ്. അപ്പോൾ അതുകൊണ്ട് ആദ്യത്തെ ആൾക്ക് വന്നു. ഈ Lന് സ്ക്വയർ എടുത്തപ്പോൾ എന്തായി മാറി? L². ഇനി T⁻1 എന്ത് കൊടുത്തു? സ്ക്വയർ വന്നു. ചിലർ വിചാരിക്കും അത് സ്ക്വയർ എടുത്താൽ പ്ലസ് ആവണ്ടല്ലേ എന്ന്. അങ്ങനെയല്ല. ഒരു പവറിൻ്റെ പവർ വരുന്ന ആൾക്ക് വീണ്ടും പവർ വന്നാൽ ആ പവറുകൾ തമ്മിൽ ഗുണിച്ചെഴുതുകയാണ് ചെയ്യാം. ഇപ്പം X² വന്നാൽ X⁻4 എന്നാണ് എഴുതുക. ആ രണ്ടുകൾ തമ്മിൽ ഗുണിച്ചെഴുതിയിട്ടാണ് അത് കിട്ടുന്നത്. അല്ലാതെ നെഗറ്റീവ് സംഖ്യയുടെ സ്ക്വയർ വന്നാൽ പോസിറ്റീവായിട്ട് സ്ക്വയർ വരുന്നുള്ള അർത്ഥത്തിൽ എടുക്കരുത്. അങ്ങനെയല്ല അത് വരുന്നത്. അതുകൊണ്ട് ഇവിടെ T⁻⁻1 സ്ക്വയർ എന്ന് പറയുന്നത് T⁻⁻1 ഇൻറ്റു T⁻⁻1 എന്നാണ്. അപ്പം നേരത്തെ കൂട്ടിയതുപോലെ കൂട്ടേണ്ടി വരും അല്ലേ? ഘാതങ്ങൾ തമ്മിൽ കൂട്ടേണ്ടി വരും. ഘാതങ്ങൾ തമ്മിൽ -1 കൂട്ടണം -1 എത്രയും മാറും? -2. അപ്പം T⁻⁻2. വേറെ ഇതിൽ പറഞ്ഞാൽ പവറുകൾ തമ്മിൽ ഗുണിക്കുക. -1 ഗുണിക്കണം 2 -2. അപ്പോൾ കൈനറ്റിക് എനർജിയുടെ ഡയമെൻഷൻ എന്തായി? mL² T⁻⁻2. ഓക്കെ ആയല്ലോ? ശ്രദ്ധിക്കേണ്ട കാര്യം, കോൺസ്റ്റന്റുകളൊക്കെ വന്നാൽ നമ്മൾ ഡയമെൻഷനിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല, മാറ്റിയിട്ടേക്ക്, അവർ ഒഴിവാക്കിക്കൂടാ, ബാക്കിയുള്ളതിന് ആലോചിച്ചാൽ മതി. അടുത്ത എനർജി mgh, പൊട്ടൻഷ്യൽ എനർജിയാണ്. ഇതിൽ M മാസ്, G ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയാണ്. അപ്പോൾ അത് ആക്സിലറേഷൻ ആണ്, അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഗ്രാവിറ്റി മൂലമുള്ള, ഭൂമിയുടെ ആകർഷണ ബലം മൂലമുള്ള ആക്സിലറേഷൻ. H ഹൈറ്റ്. അപ്പോൾ M L(T⁻²L) ഒരേ ഡയമെൻഷൻ. കണ്ടോ? ശ്രദ്ധിക്കണം കേട്ടോ. ഇനി എഫിഷ്യൻസി എന്താണ്? ഔട്ട്പുട്ട് എനർജി ഡിവൈഡഡ് ബൈ ഇൻപുട്ട് എനർജി. എന്തായാലും എനർജി അല്ലേ? രണ്ടിൻ്റെ ഡയമെൻഷൻ സെയിം, വെട്ടിപ്പോയി, ക്യാൻസൽ ചെയ്തു. 1 ഡയമെൻഷൻ ഇല്ലാത്ത വേറൊരാളെയും കൂടി ഇതാ പരിചയപ്പെട്ടിരിക്കുന്നു, എഫിഷ്യൻസി. ഇതേപോലെ നിങ്ങൾ ബാക്കി ഫിസിക്കൽ ക്വാണ്ടിറ്റികളുടെ ഡയമെൻഷൻ നോട്ട് ബുക്കിൽ എഴുതുക, ചെയ്തു നോക്കി എഴുതുക. കിട്ടാത്തത് പേഴ്സണലായിട്ടോ ഗ്രൂപ്പിലോ അയക്കുക. നിങ്ങൾക്ക് ഞാൻ മറുപടി തന്നിരിക്കും. മനസ്സിലായല്ലോ? ഇതാണ് പ്രധാനപ്പെട്ട ഫിസിക്കൽ ക്വാണ്ടിറ്റികളുടെ ഡയമെൻഷൻസ്. അവസാനമൊക്കെ എത്തുമ്പോഴേക്കും വലിയ വലിയ ഫിസിക്കൽ ക്വാണ്ടിറ്റികളാണ്. അപ്പോൾ ചിലർക്ക് മനസ്സിലാവാത്ത പ്രശ്നം വരും, കിട്ടാത്ത പ്രശ്നം വരും. നിങ്ങൾ ഒരു നോട്ട് ബുക്കിൻ്റെ പേജിൽ എഴുതി വാട്സാപ്പ് ചെയ്ത് വിടുക. ഇതിങ്ങനെയല്ലേ, അല്ലെങ്കിൽ ഇതെനിക്ക് മനസ്സിലായിട്ടില്ല എന്നുള്ളത് അത് ഞാൻ കറക്റ്റ് ചെയ്ത് തരാം. ഓക്കെ അല്ലോ? ഇനി ഇതിൻ്റെ കൂടെ ഞാൻ നിങ്ങൾക്കൊരു അസൈൻമെൻറ്റ് തരാൻ പോവുകയാണ്. ഫൈൻഡ് ദ ഡയമെൻഷണൽ ഫോർമുല ഓഫ് ദി ഫോളോവിങ്. ചാർജ് എന്ന് പറയുന്ന ആൾ സെക്കൻഡ് ഇയർ പഠിക്കാനുള്ള ആളാണ്. പക്ഷെ നിങ്ങൾ ചാർജ് എന്താണെന്നൊക്കെ പഠിച്ചവരാണ്. ചാർജിൻ്റെ ഇക്വേഷൻ ഇലക്ട്രിക് കറൻറ്റ് ഇൻറ്റു ടൈമാണ്. ഇലക്ട്രിക് കറൻറ്റ് ഒരു ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി ആണ് കേട്ടോ, മറക്കണ്ട. ടൈം ഫണ്ടമെൻ്റൽ ആണ്. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അതും നിങ്ങൾക്ക് സെക്കൻഡ് ഇയറിൽ പഠിക്കേണ്ട ഒന്നാണ്. ഇലക്ട്രിക് പൊട്ടൻഷ്യലിൻ്റെ ഇക്വേഷൻ വർക്ക് ഡൺ ബൈ ചാർജ്, വർക്ക് ബൈ ചാർജ് കണ്ടെത്താം.
ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ്. ഈ മൂന്നെണ്ണത്തിൻ്റെയും ഡയമെൻഷൻ ഒന്ന് കണ്ടെത്തിയത് ഓരോരുത്തരും സ്വന്തം പേരിൽ നോട്ട് ബുക്കിൽ എഴുതിയിട്ട് എനിക്കൊന്ന് വാട്സാപ്പ് ചെയ്യാം. അതിൻ്റെ കൂടെ പ്രിപ്പയർ എ ലിസ്റ്റ് ഓഫ് ക്വാണ്ടിറ്റീസ് ഹാവിങ് സെയിം ഡയമെൻഷണൽ ഫോർമുല. ഒരേ ഡയമെൻഷണൽ ഫോർമുല വരുന്ന മുകളിൽ പറഞ്ഞ ടേബിളിലുള്ള ആളുകളെയും ഒന്ന് എടുത്ത് എഴുതിയിട്ട് എനിക്ക് വാട്സാപ്പ് ചെയ്തിരിക്കണം. മുന്നേ വാട്സാപ്പ് ചെയ്യാൻ പറഞ്ഞതിൽ കുറച്ച് പേരെ വാട്സാപ്പ് ചെയ്തിട്ടുള്ളൂ. കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്ന വർക്കുകൾ എൻ്റെ കയ്യിൽ ഡാറ്റ വെച്ച് ഞാൻ പേരെഴുതി ഗ്രൂപ്പിലിടും. മനസ്സിലായല്ലോ? അപ്പം നിങ്ങളെ രക്ഷിതാക്കളൊക്കെ അത് കാണും. അപ്പം നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ഫോളോ ചെയ്ത് വരണം. ചെറിയ ചെറിയ രീതിയിലേ ക്ലാസ് കൊണ്ടുപോകുന്നുള്ളൂ. അതുകൊണ്ട് അതിൻ്റെ കൂടെ നിങ്ങൾ എന്തെങ്കിലും ഉണ്ടാവണം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അവസാനം ബുദ്ധിമുട്ടായി മാറും. ഓക്കെ അല്ലോ? അപ്പോൾ ഇത് ശ്രദ്ധിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുക. അതിന് ശേഷം ഇതിൻ്റെ ഒരു PDF നോട്ട് താഴെ ഇടുന്നുണ്ട്. അതും കൂടി നോട്ട് ബുക്കിലേക്ക് എഴുതിക്കോളാം. ഓക്കെ? അപ്പോൾ 2 എണ്ണമായി ഞാൻ നോട്ട് ബുക്കിൽ എഴുതാൻ പറയുന്നു. മുന്നത്തെ ക്ലാസ്സിൻ്റെ നോട്ട് എഴുതാൻ പറഞ്ഞു നോട്ട് ബുക്കിൽ. ഇപ്പോഴത്തെ ക്ലാസ്സിൻ്റെ നോട്ടും എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തെ ഫിസിക്കൽ വേൾഡിൻ്റെ നോട്ട് ഞാൻ എഴുതാൻ പറഞ്ഞിട്ടില്ല. PDF ആയി സേവ് ചെയ്ത് വെക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ നോട്ട് ഞാൻ ചുരുക്കിയിട്ട് ഒരു 1-2 പേജിൽ തരും. അതാണ് നോട്ട് ബുക്കിൽ എഴുതേണ്ടത്. ഓക്കെ? താങ്ക് യു.